إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ സൂറത്തുൽ ഹദീദിലൂടെ നമ്മെ അറിയിച്ചു, യഅലമു അന്നമൽ ഹയാത്തു ദുനിയ ലഅബുൻ വലഹുവും വസീനഹ്. യഅലമു, നിങ്ങൾ അറിയുക. അള്ളാഹുവിൻ്റെ കിതാബിൽ യഅലമു എന്ന പദപ്രയോഗം കണ്ടാൽ സഹോദരങ്ങളെ, മഹാന്മാർ വിശദീകരിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ അത്തരം വാക്കുകൾ ഉപയോഗിക്കുക. യഅലമു, നിങ്ങൾ അറിയണം, നിങ്ങൾ മനസ്സിലാക്കണം. അന്നമൽ ഹയാത്തു ദുനിയ, തീർച്ചയായും ഈ ദുനിയാവിലെ ജീവിതമെന്നത് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ മാത്രമാകുന്നു. അള്ളാഹു പറയുന്നു, ലഅബുൻ വലഹുവുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. ഐഹിക ലോകമെന്നാൽ, ദുനിയാവെന്നാൽ ലഅബുൻ കളികളാണ്, വലഹുവുൻ വിനോദങ്ങളാണ്, വസീനത്തുൻ അലങ്കാരങ്ങളാണ്, പളവളപ്പുകളാണ്, വതഫാഖുറുൻ ബൈനകും നിങ്ങൾക്കിടയിലുള്ള ദുരഭിമാനം കൊള്ളലും, വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ് സന്താനങ്ങളുടെയും സമ്പത്തിൻ്റെയും കാര്യത്തിൽ പരസ്പരം പെരുമ നടിക്കലാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാകുന്നു ഇഹലോകമെന്നാൽ, ദുനിയാവെന്നാൽ, ഈ ലോകത്തെ ജീവിതമെന്നാൽ. എന്നിട്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ മനോഹരമായ ഉദാഹരണത്തിലൂടെ ആ കാര്യം വ്യക്തമായി വിശദീകരിച്ച് നൽകുകയാണ്. കമസലി ഗൈസിൻ, ഒരു മഴയുടെ ഉദാഹരണമാണ് അതിനുള്ളത്. എന്താണ് ആ മഴയുടെ പ്രത്യേകത? അഅജബൽ കുഫാറ നബാതുഹു, ആ മഴ മുഖേന കർഷകരത ആശ്ചര്യം പൂണ്ടിരിക്കുന്നു. അവരുടെ വിളവുകൾ അതിങ്ങനെ വളർന്നത് കണ്ട് അവർ ആശ്ചര്യപ്പെട്ടു, അത്ഭുതപ്പെട്ടു. അല്ലാഹു റബ്ബുൽ ആലമീൻ മഴ വർഷിപ്പിച്ചതിന് ശേഷം വിത്തുപാകിയ, ചെടി നട്ട് മുളപ്പിച്ച അങ്ങനെയുള്ള കർഷകർക്കത അത്ഭുതം തോന്നുന്നു. കാരണം മഴ മുഖേന ചെടികൾ, സസ്യലതാദികൾ വളർന്ന് വലുതാവുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, സുമ്മ യഹീജു, എന്നാൽ ആ വളർന്ന ചെടികൾ, ആ കർഷകരെ ആശ്ചര്യപ്പെടുത്തിയ ആ മരങ്ങൾ, അവരുടെ ഫലങ്ങൾ, കായ്കനികൾ അത് അതേ രൂപത്തിൽ നിലകൊള്ളുകയില്ല. സുമ്മ യഹീജു,
അതങ്ങനെ ഉണങ്ങാൻ തുടങ്ങുകയാണ്. പിന്നീട് ഫതറാഹു മുസ്ഫറൻ, അതിൻ്റെ ഇലകൾക്ക് മഞ്ഞ നിറം ബാധിക്കുകയാണ്. അഥവാ നല്ല ഖുവ്വത്തുണ്ടായിരുന്ന, നല്ല ശക്തിയുണ്ടായിരുന്ന, നല്ല പച്ചപ്പിലുണ്ടായിരുന്ന ആ ചെടികൾ, മരങ്ങൾ അതിന് മഞ്ഞ നിറം ബാധിച്ച് അതിങ്ങനെ ഉണക്കത്തിലേക്ക്, അതിൻ്റെ നുരുമ്പിപ്പോവലിലേക്ക് അതങ്ങനെ നടന്നു നീങ്ങുകയാണ്. സുമ്മ യകൂനു ഹുതാമ, ആ മഞ്ഞ നിറത്തിന് ശേഷം ആ ഇലകളതാ കൊഴിഞ്ഞു പോവുകയാണ്, അത് നുരുമ്പിപ്പോവുകയാണ്, ആ ചെടികൾ പിന്നീട് നശിച്ചു പോവുകയാണ്. വഫിൽ ആഖിറതി അദാബുൻ ഷദീദുൻ വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ. എന്നിട്ട് അല്ലാഹു ആഖിറത്തിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. പരലോകത്ത് അദാബുൻ ഷദീദുൻ, ഒന്നല്ലെങ്കിൽ കഠിനമായ ശിക്ഷയായിരിക്കും. വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവുമായിരിക്കും. ശേഷം അല്ലാഹു റബ്ബുൽ ആലമീൻ ആ ആയത്ത് അവസാനിപ്പിക്കുന്നു, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ദുനിയാവിലെ വിഭവങ്ങൾ, ഇഹലോകത്തെ വിഭവങ്ങൾ എന്നാൽ, ദുനിയാവിലെ ജീവിതമെന്നാൽ ഇല്ലാ മതാഉൽ ഗുറൂർ, വഞ്ചിക്കപ്പെടുന്ന വിഭവങ്ങൾ മാത്രമാകുന്നു. സഹോദരങ്ങളെ, ഈ മഹത്തായ ആയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മഹാന്മാരായ മുഫസ്സിറുകൾ അവരുടെ തഫ്സീറുകളിൽ ഉദ്ധരിച്ചതുപോലെ ഇപ്രകാരമാണ് ദുനിയാവ്. നമ്മൾ ഓരോരുത്തരും നമുക്ക് നല്ല ശക്തിയുള്ള കാലഘട്ടം ജീവിച്ചു പോകും. മനുഷ്യരിങ്ങനെയാണ്. മനുഷ്യരുടെ തുടക്കത്തിൽ അല്ലാഹു തആല ചെടികളെക്കുറിച്ച് പറഞ്ഞതുപോലെ അവർ അങ്ങനെ പടർന്ന് പന്തലിക്കും, നല്ല പച്ചപ്പായിരിക്കും, നല്ല ഉന്മേഷവും നല്ല ശക്തിയും എല്ലാം ഉണ്ടായിരിക്കും. എന്നാൽ കുറച്ച് കഴിഞ്ഞാൽ ആ യൗവനം അത് അവസാനിക്കും. ആ യൗവനം പിന്നീട് വാർദ്ധക്യത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ വാർദ്ധക്യം ബാധിച്ച് പിന്നീട് ഇഹലോകം വെടിയുകയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ദുനിയാവിൽ ഐഹിക ലോകത്തെ വിഭവങ്ങൾ കണ്ട് കണ്ണഞ്ചി പോകരുത്, മറിച്ച് അത് കേവലം വഞ്ചിക്കപ്പെടുന്ന വിഭവങ്ങൾ മാത്രമാകുന്നു, വഞ്ചിക്കപ്പെടുന്ന പളവളപ്പുകൾ മാത്രമാകുന്നു ദുനിയാവ്. ഇഹലോകം ഒരിക്കലും ശാശ്വതമല്ല. അതുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തിയത്, ദുനിയാവെന്നാൽ ഇതു മാത്രമാണ്. കളിയും വിനോദവും അലങ്കാരവും പരസ്പരമുള്ള പെരുമ നടിക്കലും സ്വത്തിൻ്റെയും സമ്പത്തിൻ്റെയും സന്താനങ്ങളുടെയും കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദുരഭിമാനം കൊള്ളുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇങ്ങനെ പെരുമകളും കളിയും വിനോദങ്ങളും മാത്രമാണ്. സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ മറ്റൊരു ആയത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ദഅഫിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാകുന്നു ദുർബലതയുള്ളവരായി നിങ്ങളെ സൃഷ്ടിച്ചത്. അഥവാ മനുഷ്യൻ പിറന്ന് ജനിച്ചു വീഴുമ്പോൾ ചെറിയ കുഞ്ഞാണ്, ദുർബലതയാണ് തുടക്കം. ثم جعل من بعد ضعف قوة, പിന്നീട് ദുർബലതയ്ക്ക് ശേഷം അല്ലാഹു റബ്ബുൽ ആലമീൻ ശക്തി പകർന്നു നൽകുകയാണ്. അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. പിന്നീട് യുവത്വം, യൗവനം, നല്ല ചുറുചുറുക്കുള്ള പ്രായം, എന്തിനും സാധിക്കുന്ന നല്ല ആരോഗ്യമുള്ള അങ്ങനെയുള്ള കാലഘട്ടം പിന്നീട് അല്ലാഹു നിശ്ചയിച്ചു നൽകുകയാണ്. ثم جعل من بعد قوة ضعفا وشيبة, ശേഷം ആ നല്ല ആരോഗ്യമുള്ള കാലഘട്ടം അതങ്ങനെ തന്നെ നിലകൊള്ളുകയില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര മനോഹരമായിട്ടാണ് ഈ വാക്കുകൾ വിശദീകരിച്ച് നൽകുന്നത്. സഹോദരങ്ങളെ, മനുഷ്യരുടെ നമ്മുടെ അവസ്ഥ ഇത് തന്നെയല്ലേ? എന്താണ് അഹങ്കരിക്കാൻ മാത്രം നമുക്കുള്ളത്? ദുർബലതയിൽ നിന്ന് അല്ലാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത് ദുർബലരായിക്കൊണ്ട്. ശേഷം അല്ലാഹുവാണ് നമുക്ക് ശക്തിയും ആരോഗ്യവും പകർന്നു നൽകുന്നത്. എന്നാൽ ആ ശക്തിയും ആരോഗ്യവും ഉന്മേഷവും ഒന്നും നിലനിൽക്കുകയില്ല. ദുനിയാവ് അങ്ങനെയാണ്. അല്ലാഹു പറയുന്നു, അതിനുശേഷം ദുർബലതയിലേക്കും അതുപോലെ വാർദ്ധക്യത്തിലേക്കും മനുഷ്യനെ അല്ലാഹു തആല ആക്കുകയാണ്. യഖ്ലുഖു മാ യശാ, അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ ഉദ്ദേശിച്ച രൂപത്തിൽ സൃഷ്ടിക്കും. വഹുവൽ അലീമുൽ ഖദീർ, അവനാകുന്നു എല്ലാം അറിയുന്നവൻ.
അവനാകുന്നു എല്ലാറ്റിനും ഖുദ്റത്തുള്ളവൻ. സഹോദരങ്ങളെ, ഈ ആയത്ത് അതുപോലെയുള്ള ആയത്തുകൾ നമുക്ക് നൽകുന്നത് വളരെ മഹത്തരമായ ഓർമ്മപ്പെടുത്തലുകളാണ്. അഥവാ നമ്മൾ ഓരോരുത്തരും ശാശ്വതരായി വസിക്കാൻ ജീവിക്കാൻ വന്നതല്ല ഈ ദുനിയാവിലേക്ക്. മറിച്ച് നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിലേക്കുള്ള യാത്രയിലാണ്. ഈ ദുനിയാവിൻ്റെ പളപളപ്പുകളിൽ കണ്ണഞ്ചി പോവാതെ നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം മറന്നു പോവാതിരിക്കാൻ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് ശേഷം അള്ളാഹു പറഞ്ഞത് വഫിൽ ആഖിറ, ദുനിയാവിലെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനുഷ്യർ എങ്ങനെ ജീവിച്ചുവോ അങ്ങനെ ജീവിച്ച് ദുനിയാവിലെ ജീവിതം കഴിഞ്ഞാൽ പിന്നീട് വരാനുള്ളത് ആഖിറത്താണ്. വൽ ആഖിറ, പരലോകമെന്നു പറഞ്ഞാൽ അതാണ് എന്നെന്നും ബാക്കിയാവുന്നത്. പരലോകമാണ് ഒരിക്കലും നശിക്കാത്ത ലോകം. അതാണ് ശാശ്വത ഭവനം. ആ പരലോക ജീവിതത്തിൽ മനുഷ്യർ അതല്ലെങ്കിൽ സൃഷ്ടികൾ രണ്ട് രൂപത്തിലായിരിക്കും. വഫിൽ ആഖിറത്തി അദാബുൻ ഷദീദ്, അല്ലാഹു തആല ആദ്യം ഇവിടെ ഉണർത്തിയത് അദാബുൻ ഷദീദ് എന്നാണ്. കഠിനമായ ശിക്ഷയായിരിക്കും ഒന്നല്ലെങ്കിൽ. അഥവാ തുടക്കത്തിൽ പറഞ്ഞ കളിയിലും വിനോദത്തിലും അലങ്കാരത്തിലുമായി പരസ്പരം പെരുമ നടിക്കലിലും അതുപോലെയുള്ള പെരുപ്പം കാണിക്കലിലും വഞ്ചിതരായി കൊണ്ട് ജീവിച്ചു മരിക്കുകയാണെങ്കിൽ വഫിൽ ആഖിറത്തി അദാബുൻ ഷദീദ്, കഠിനമായ ശിക്ഷയായിരിക്കും അത്തരം ആളുകളെ കാത്തിരിക്കുന്നത്. ശേഷം അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു വമഗ്ഫിറത്തുൻ മിനല്ലാഹി വറിദ്വാൻ, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി കൊണ്ട് ജീവിച്ച ആളുകൾക്കാണെങ്കിൽ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തുണ്ടാകും, പാപമോചനം അള്ളാഹു തആല നൽകും. പരലോകത്ത് ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്ത് എന്നുള്ളത്. അള്ളാഹു തആല നമ്മുടെ പാപങ്ങൾ തെറ്റുകുറ്റങ്ങൾ പൊറുത്തു തന്ന് എന്നിട്ട് റബ്ബിൻ്റെ തൃപ്തിയിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ആകാശഭൂമികളുടെ വിശാല വിസ്തൃതിയുള്ള ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു അതാ ഓർമ്മപ്പെടുത്തുന്നു വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും അവൻ്റെ തൃപ്തിയും. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, അടിവരയിട്ട് നമ്മുടെ നെഞ്ചിൽ ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ട വാക്കാണത്. അള്ളാഹുവിൻ്റെ ഓർമ്മപ്പെടുത്തലാണത്. വമൽ ഹയാത്തുദ് ദുനിയ, ഇഹലോകം ഐഹിക ജീവിതമെന്നത് വഞ്ചിക്കപ്പെടുന്ന വിഭവങ്ങൾ മാത്രമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. ദുനിയാവ് എന്ന അറബി വാക്ക് സഹോദരങ്ങളെ, അതിൻ്റെ വാക്കിൽ തന്നെയുണ്ട് അത് വിലയില്ലാത്തതാണ് എന്നത്. ദുനിയാവ് മറന്നു പോകണം എന്നല്ല, മറിച്ച് അല്ലാഹു റബ്ബുൽ ആലമീൻ ദുനിയാവിൻ്റെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വലാ തൻസ നസീബക മിനദ് ദുനിയ എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ദുനിയാവിലെ നിനക്കുള്ള ഓഹരി നീ മറന്നു പോകരുത്. എന്നാൽ ദുനിയാവിലെ ഓഹരി മറക്കരുത് എന്നതിലപ്പുറത്തേക്ക് ആ ദുനിയാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അള്ളിപ്പിടിക്കരുത് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. പരലോകമാണ് നമ്മുടെ ലക്ഷ്യം, ആ ലക്ഷ്യബോധം മറന്നു പോകരുത് എന്നാണ്. അതാ അല്ലാഹു റബ്ബുൽ ആലമീൻ മനുഷ്യരെ മുഴുവനും വിളിക്കുന്നു. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, തീർച്ചയായും അള്ളാഹുവിൻ്റെ വാഗ്ദാനം അത് ഹക്കാണ്, സത്യമാണ്. അള്ളാഹു തആല നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ സ്വർഗമെന്ന ഭവനം, പരലോക വിജയം, അതിലേക്ക് വേണ്ട കാര്യങ്ങൾ നൽകി അവൻ്റെ റസൂലുമാരെ നിയോഗിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ കിതാബുകൾ ഇറക്കി തന്നിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു റബ്ബുൽ ആലമീൻ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അള്ളാഹു നൽകിയ ഏതൊക്കെ വാഗ്ദാനങ്ങളുണ്ടോ അതൊക്കെ ഹക്കാണ്, അതൊക്കെ യാഥാർത്ഥ്യമാണ്, സത്യമാണ്. ഒരിക്കലും വ്യർത്ഥമായത് അള്ളാഹു വാഗ്ദാനം നൽകുകയില്ല. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അള്ളാഹുവിൻ്റെ വാഗ്ദാനം തീർച്ചയായും ഹക്കാണ്, സത്യമാണ്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ ലംഘിക്കുന്ന രൂപത്തിൽ, അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ മറന്നുപോകുന്ന രൂപത്തിൽ ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. കാരണം സഹോദരങ്ങളെ, ദുനിയാവ് എന്നത് നമ്മൾ ആദ്യം കേട്ട ആയത്തിൽ വന്നതുപോലെയാണ്. ലഅബുൻ വലഹുൻ വസീനത്തുൻ, ഇതാണ് ദുനിയാവ്. അതുകൊണ്ട് തന്നെ അള്ളാഹു പറയുന്നു അവൻ്റെ വാഗ്ദാനം ഹക്കാണ്, ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ,
പരമവഞ്ചകനായ പിശാചും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഐഹിക ലോകത്തെ വിഭവങ്ങളിൽ മറന്നുപോവാതിരിക്കാൻ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു, മുഖ്യ ശത്രു പിശാചിന്റെ വഞ്ചനയിലും നിങ്ങൾ അകപ്പെട്ടു പോവരുത് എന്നും അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ശേഷം അള്ളാഹു പറഞ്ഞു, ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വാ. തീർച്ചയായും നേരത്തെ മേൽ പറഞ്ഞ പരമവഞ്ചകനായ പിശാച് നിങ്ങൾക്കുള്ള പ്രത്യക്ഷ ശത്രുവാൻ. അതുകൊണ്ട് അവനെ ആ പ്രത്യക്ഷ ശത്രുവായി തന്നെ നിങ്ങൾ കാണുക. അങ്ങനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോവുക. കാരണം ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. പിശാച് അവന്റെ കൂട്ടാളികളെ അഥവാ അവന്റെ ആളുകളാക്കി മാറ്റി അവൻ ക്ഷണിക്കുന്നത് കത്തിയെരിയുന്ന നരകത്തിലേക്കാണ്. സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ ധാരാളം ഇതുപോലെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിലെ ജീവിതം എന്നത് നമ്മുടെ ആയുസ്സാണ്, നമ്മുടെ സമയമാണ്. ഇത് നമ്മുടെ പരീക്ഷണത്തിന് റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്ന പരീക്ഷണ കേന്ദ്രമാണ് എന്നത് നമ്മൾ ഒരിക്കലും മറക്കാതിരിക്കുക. കാരണം രാപ്പകലുകൾ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ, രാവും പകലും ഇങ്ങനെ മാറി മാറി വരുമ്പോൾ, സൂര്യനും ചന്ദ്രനും ഇങ്ങനെ മാറി മാറി മറിയുമ്പോൾ, നമ്മുടെ ആയുസ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിൽ നമുക്ക് ചിന്തിക്കാൻ ധാരാളമുണ്ട്. കുറച്ചു കാലങ്ങൾക്ക് മുന്നേ നമ്മൾ ചെറിയ കുട്ടികളായിരുന്നല്ലോ. നമുക്ക് ഓർമ്മ വെച്ച കാലങ്ങൾ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ വർഷങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഒരുപാട് നമ്മുടെ ആയുസ് കടന്നിരിക്കുന്നു. കുറച്ചു കാലങ്ങൾക്ക് മുന്നേ നമ്മുടെ പ്രായത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ഇന്നവരുടെ താടികൾ, തലമുടികൾ നരച്ചിരിക്കുകയാണ്. അവരെപ്പോലെ ഉണ്ടായിരുന്ന ആളുകൾ വാർദ്ധക്യത്തിലെത്തിയിരിക്കുകയാണ്. നന്നായി നരച്ചു, വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുന്നു. ഇങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മുടെ സമയമെന്നത്. നമ്മുടെ സമയമെന്നത് ഇങ്ങനെയാണ്. ചെറിയ കുട്ടികളിലേക്ക് നിങ്ങൾ നോക്കിയാൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്കതുപോലെ കളിച്ചു നടന്നിരുന്ന പ്രായമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബാധ്യതകളില്ലാതിരുന്ന, പ്രത്യേകിച്ച് ചിന്തകളില്ലാതിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ഇന്ന് നമ്മുടെ താടിയിലോ തലമുടിയിലോ ഒരു നര കണ്ടാൽ നമുക്ക് ബേജാറാവുകയാണ്. നര കണ്ടാൽ പരലോകം നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടതാണത്. ആ നര എന്നത് നമ്മെ ചിന്തിപ്പിക്കുന്ന കാര്യമാണ്. ശലഫുകൾ, നമ്മുടെ നല്ലവരായ മുൻഗാമികൾ, അവരുടെ താടിയിലും തലമുടിയിലും നര കണ്ടാൽ മരണം എന്നെ തേടി വരാനായിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നവരായിരുന്നു. നമ്മിൽ പലരും സഹോദരങ്ങളെ ആ വെളുത്ത മുടി എടുത്തു മാറ്റാനാണ് പരിശ്രമിക്കുക. ആ വെളുത്ത താടി കട്ട് ചെയ്ത് മാറ്റാനാണ് നമ്മൾ ചിന്തിക്കുക. കാരണം നമുക്ക് പേടിയാണ്. നമുക്ക് ആ നര കാണുമ്പോൾ പേടി തോന്നുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തിയതുപോലെ ആ നര അത് നരച്ചു പിന്നീട് നമ്മൾ കൊഴിഞ്ഞു പോകും, അഥവാ നമ്മൾ ഓരോരുത്തരും മരിച്ചു പോകും. ഇതങ്ങനെയാണ് അള്ളാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാനുള്ളത് നമ്മുടെ ആയുസ്സിനെ കുറിച്ചാണ്. അള്ളാഹു അതാ രാപ്പകലുകളെ കുറിച്ച് പറഞ്ഞു, വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫതൻ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവനാകുന്നു രാപ്പകലുകൾ ഇങ്ങനെ മാറി മാറി വരുന്ന രൂപത്തിൽ നിശ്ചയിച്ചിട്ടുള്ളത്. രാവിലെയാകുന്നു, ഇനി കുറച്ചു കഴിഞ്ഞാൽ രാത്രിയാകും, വീണ്ടും ആ രാത്രി പകലിലേക്ക് വരുന്നു. ഇങ്ങനെ മാറി മാറി വരുന്നു. അള്ളാഹു അങ്ങനെ നിശ്ചയിച്ചത് ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറ. ആരുണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ? ആരുണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് അള്ളാഹുവിന് നന്ദി കാണിക്കുന്നവരായിത്തീരാൻ? അതിനാണ് അള്ളാഹു തആല അങ്ങനെ നിശ്ചയിച്ചിട്ടുള്ളത്. രാപ്പകലുകൾ മാറുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ തീയതികൾ, നമ്മുടെ വയസ്സ് മാറുകയാണ്. നമ്മുടെ ആയുസ് ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ആ രാപ്പകലുകൾ ഇങ്ങനെ മാറി മറിയുമ്പോൾ നമുക്ക് ചിന്തിക്കാനുണ്ട്, എൻ്റെ പോക്ക് എങ്ങോട്ടേക്കാണ്? ഇനി എത്ര കാലം ഇതുപോലെ ഓടും? എത്ര കാലം മുന്നോട്ട് പോകും? എന്താണ് പരലോകത്തേക്ക് ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ളത്? എന്താണ് എൻ്റെ കൈകളിലുള്ളത്? അങ്ങനെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് തോന്നുക ദുർബലത മാത്രമാണ്. നമുക്ക് തോന്നുക ന്യൂനതകളും കുറവുകളും മാത്രമാണ്. ഒരാൾക്കും എഴുന്നേറ്റ് നിന്ന് പറയാൻ സാധിക്കുകയില്ല, ഞാൻ ഇന്ന ഇന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇന്ന ഇന്ന കാര്യങ്ങൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന്. സഹോദരങ്ങളെ, നമ്മിൽ എത്ര പേർക്ക് ഉറപ്പു പറയാൻ സാധിക്കും?
മഹാന്മാരായ സഹാബികളിൽ ചിലർ പറഞ്ഞ വാക്കുകൾ പ്രസിദ്ധമാണ്. അല്ലാഹു തആല ഒരു സുജൂദ് എന്നിൽ നിന്നും സ്വീകരിച്ചിട്ടുണ്ട് എന്ന വിവരം എനിക്ക് ലഭിക്കുകയാണെങ്കിൽ ഞാൻ മരണം കൊതിക്കുമായിരുന്നു, അതല്ലെങ്കിൽ ദുനിയാവ് മുഴുവനും എനിക്ക് കിട്ടിയതുപോലെയാണ്. ഇങ്ങനെയുള്ള വിശാലാർത്ഥത്തിലുള്ള വാക്കുകൾ നമ്മുടെ നല്ലവരായ മുൻഗാമികൾ പറഞ്ഞു. ഒരൊറ്റ സുജൂദിന്റെ കാര്യമാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ രാപ്പകലുകൾ ഇങ്ങനെ മാറി മാറി മറിയുമ്പോൾ, നമ്മുടെ ആയുസ് ഇങ്ങനെ മാറി മാറി മറിയുമ്പോൾ നമുക്കതിൽ ചിന്തിക്കാനുണ്ട്. അനേകം ചിന്തകൾ നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരാനുണ്ട്. ശേഷം അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഔ അറാദ ശുക്കൂറ. ചിന്തയുടെ കാര്യം പറഞ്ഞ് അള്ളാഹു പറയുകയാണ്, ഔ അറാദ ശുക്കൂറ. എന്നിട്ട് ആ ദുർബലതകൾ, ന്യൂനതകൾ, കുറവുകൾ കാണുമ്പോൾ ചിന്തിക്കാനുള്ള ആളുകൾക്ക് ചിന്തിച്ചുകൊണ്ട് റബ്ബിലേക്ക് നന്ദിയുള്ളവരായി മാറുവാനും വേണ്ടിയാണ്. അള്ളാഹുവിലേക്ക് നന്ദിയുള്ള അടിമകളായി മാറാൻ അത് കാരണമായേക്കാം. ആ ചിന്തകൾ സഹോദരങ്ങളെ, രാത്രി ഇരുട്ടി ഇനി നേരം പുലരുമോ എന്ന ചിന്ത നമ്മിൽ എത്ര പേർക്കുണ്ടായിട്ടുണ്ട്? ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചോ, നാളെ നേരം പുലരുമ്പോൾ ഞാൻ ബാക്കിയുണ്ടാവുമോ? അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ചിന്തിക്കുന്ന ആളുകൾക്ക്, നന്ദി കാണിക്കുന്ന ആളുകൾക്ക് ഓർമ്മപ്പെടുത്തലായിക്കൊണ്ട് അല്ലാഹു രാപ്പകലുകൾ ഇങ്ങനെ നോക്കൂ, രാവും പകലും സൂര്യനും ചന്ദ്രനും എത്ര നിസാരമായി കൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് നോക്കിക്കാണാറുള്ളത്. എത്ര നിസാരമാണ് നമുക്ക് സൂര്യനും ചന്ദ്രനും. എന്നാൽ അള്ളാഹു അതിൽ ഒളിപ്പിച്ചു വെച്ച രഹസ്യം നിങ്ങൾ നോക്കൂ. അള്ളാഹുവിൻ്റെ യുക്തിപൂർണമായ കാര്യം നിങ്ങൾ നോക്കൂ. ആ രാവും പകലും നമുക്ക് അള്ളാഹു ചിന്തിക്കാൻ നൽകിയതാണ്, നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. നേരം പുലർന്നാൽ അൽഹംദുലില്ലാ എന്ന സ്തുതിവാക്ക് പറഞ്ഞ് നമ്മൾ എഴുന്നേൽക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിന് നന്ദിയുള്ള അടിമകളായി തീരുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ് നമ്മുടെ പോക്ക് എങ്ങോട്ടേക്കാണ്. നമ്മുടെ ആയുസ് തീരാനായോ ഇല്ലയോ നമുക്കറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു യുവാവിന് ഉപദേശം കൊടുത്തതായി ഹദീസിൽ നമുക്ക് കാണാം. അവിടുന്ന് ഉപദേശം കൊടുക്കുന്നതിനിടയിൽ പറഞ്ഞ മഹത്തരമായ കാര്യമുണ്ട്, വാക്കുകളുണ്ട്. ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ. 5 കാര്യങ്ങൾക്ക് മുന്നേ നീ 5 കാര്യങ്ങൾ മുതലെടുക്കുക, ഉപയോഗപ്പെടുത്തുക. എന്തൊക്കെയാണ് ആ 5 കാര്യങ്ങൾ? ശബാബക ഖബ്ല ഹറമിക്. നീ വാർദ്ധക്യത്തിൽ എത്തുന്നതിന് മുന്നേ നിന്റെ യൗവനം നീ ഉപയോഗപ്പെടുത്തുക. സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ വാർദ്ധക്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ് പലരും നിസാരമായി പറയാറുള്ളത് പോലെ കുറച്ചു കാലം ജീവിക്കണം, സമയമായ മരിച്ചു പോകണം. അങ്ങനെ മരിച്ചാൽ തീരുന്നതാണോ? അങ്ങനെ മരിച്ചാൽ കഴിയുന്നതാണോ നമ്മുടെ ഈ ജീവിതം? ഒരിക്കലുമല്ല. മറിച്ച് പരലോകം എന്നത് ഇത്ര കൃത്യമായി പഠിപ്പിച്ച മറ്റൊരു മതവും ലോകത്തില്ല. അള്ളാഹുവിൻ്റെ ദീൻ, പരിശുദ്ധ ഇസ്ലാമിൽ കൃത്യമായി വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് പരലോകത്ത് എന്തൊക്കെ സംഭവിക്കും, മരണാനന്തരം എന്ത് സംഭവിക്കും എന്നതിന് വ്യക്തമായ ഉത്തരം നൽകിയ മതമാണ് അള്ളാഹുവിൻ്റെ ദീൻ, പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തിന് ശേഷം ഇനിയൊരു ജീവിതമുണ്ട്, അങ്ങനെ കഴിഞ്ഞു പോവാനുള്ളതല്ല. അതുകൊണ്ട് തന്നെ നിന്റെ വാർദ്ധക്യത്തിന് മുന്നേ നീ നിന്റെ യൗവനം ഉപയോഗപ്പെടുത്തുക. സഹോദരങ്ങളെ, യൗവനം എന്നത് നല്ല ആരോഗ്യമുള്ള ഉന്മേഷമുള്ള കാലഘട്ടം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ മഹത്തരമായ ഒരു കാലയളവാണത്. എന്തിനും ആരോഗ്യമുള്ള ഒരു കാലയളവാണത്. ആ യൗവനം കഴിഞ്ഞ് വയസ്സായാൽ ഒന്ന് സുജൂദ് ചെയ്യണം, ഒന്ന് നിലത്ത് നെറ്റി മുട്ടിക്കണമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടേക്കാം. ആരോഗ്യമുള്ള കാലത്ത് അല്ലാഹുവിൻ്റെ മസ്ജിദുകളിൽ നിന്ന് വിളിക്കപ്പെടുമ്പോൾ ഉത്തരം നൽകാതിരുന്നാൽ, ആ യൗവനം കഴിഞ്ഞ് വാർദ്ധക്യത്തിലെത്തിയിട്ട് ചിന്ത വന്നിട്ട് സഹോദരങ്ങളെ എന്ത് കാര്യമാണുള്ളത്? നഷ്ടപ്പെടുത്തിയില്ലേ? അതുപോലെ ഏത് നന്മകളാവട്ടെ, ഏത് കാര്യമാവട്ടെ, റബ്ബിൻ്റെ തൃപ്തിയിലല്ലാതെ ജീവിക്കുകയാണെങ്കിൽ വാർദ്ധക്യത്തിലെത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞുപോയ കാലയളവ് ആലോചിച്ച് സങ്കടപ്പെട്ടിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് യൗവനം അത് ഉപയോഗപ്പെടുത്തണമെന്നാണ്. കാരണം എല്ലാറ്റിനും സമയവും സന്ദർഭവും ആരോഗ്യവുമുള്ള ഒരു കാലഘട്ടമാണത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി നൽകുന്ന ഉപദേശമാണ്. ഇത് നമുക്കുള്ള ഉപദേശമാണ്. യുവാക്കളായിരിക്കുന്ന യൗവനത്തിലിരിക്കുന്ന നമ്മൾ ആ യൗവനത്തിൽ റബ്ബിനെ സൂക്ഷിക്കാൻ,
അള്ളാഹുവിന് തൃപ്തിയുള്ള ജീവിതം നയിക്കാൻ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ്. ആ കാലയളവിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നത് സ്വന്തം ശരീരത്തോടുള്ള മനസ്സിനോടുള്ള പോരാട്ടമാണ്, സ്വന്തം നഫ്സിനോടുള്ള ജിഹാദാണ്. അതിൽ വിജയിച്ചു കിട്ടിയാൽ സഹോദരങ്ങളെ വലിയ കാര്യമാണത്. അതിൽ വിജയിച്ചു കിട്ടിയാൽ അതിൽ ഇസ്തിഖാമത്തോടുകൂടി മുന്നോട്ട് പോവാൻ നമുക്ക് സാധിച്ചാൽ വലിയ കാര്യമാണത്. അതിലായി മരിക്കാൻ സാധിച്ചാൽ വലിയ കാര്യമാണ്. അങ്ങനെ ആ ഖൈറിൽ, നന്മയിൽ, വാർദ്ധക്യത്തിലെത്തുക, എന്നിട്ട് താടിയും തലമുടിയും നരക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണത്. അതുകൊണ്ട് യൗവനം അത് മുതലെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം യൗവനത്തിൽ ഒരുപാട് ദേഹേച്ഛകൾ, ഹറാമിൻ്റെ കാഴ്ചകൾ, ഹറാമുകൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മെ പിടിച്ചു വലിക്കും. നമ്മെ പിടിച്ചു വലിക്കുന്ന ഒരു കാലഘട്ടമാണത്. അതുകൊണ്ട് അവിടെ ജയിക്കാൻ, അവിടെ വിജയിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത് അവിടുന്ന് പറഞ്ഞു, വസിഹതക ഖബ്ല സഖമിക്, നീ രോഗിയാവുന്നതിന് മുന്നേ നിന്റെ ആരോഗ്യം ഉപയോഗപ്പെടുത്തുക. സഹോദരങ്ങളെ, ആരോഗ്യം എന്നത് അള്ളാഹുവിൻ്റെ നിഅമത്താണ്. ആ ആരോഗ്യത്തിൻ്റെ വില നമുക്കറിയണമെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലുകളിലേക്ക് പോയാൽ നമുക്ക് മനസ്സിലാകും. വേണ്ട, നമുക്ക് ചെറുതായി ഒരു തലവേദന വന്നാൽ നമുക്ക് ബോധ്യപ്പെടും അതിനു മുന്നേ എത്ര ആരോഗ്യത്തിലാണ് നമ്മൾ ജീവിച്ചത്. ആ ഒരു സമയമെന്നത് എത്ര മനോഹരമായിരുന്നു. ഒരു തലവേദന പോലും നമ്മെ പ്രയാസപ്പെടുത്തും. നമ്മുടെ സമയം, നമ്മുടെ കാര്യങ്ങൾ മുഴുവനും തല കീഴായി മറിക്കാൻ ഒരു തലവേദന മതി. ഒരു കൈവേദനയോ ഒരു കാലുവേദനയോ മതിയായതാണ്. അതില്ലാത്ത ആരോഗ്യത്തിൻ്റെ കാലയളവ് എന്നത് ഉപയോഗപ്പെടുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമതായി അവിടുന്ന് പറഞ്ഞു, വഗിനാഅക ഖബ്ല ഫഖരിക്, നീ ദാരിദ്ര്യത്തിലെത്തുന്നതിന് മുന്നേ, നിനക്ക് ദാരിദ്ര്യം വന്നു ഭവിക്കുന്നതിന് മുന്നേ നിന്റെ സമ്പത്ത്, നിന്റെ ധന്യത നീ ഉപയോഗപ്പെടുത്തുക. അഥവാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കാൻ, നന്മയിൽ ചിലവഴിക്കാൻ നീ പരിശ്രമിക്കുക. ആരോഗ്യമുള്ള കാലത്ത്, നല്ല യൗവനത്തിൽ ഉള്ള കാലത്ത് ഉള്ള സമ്പത്ത് മുഴുവനും അടിച്ചു പൊളിക്കാനല്ല, മറിച്ച് റബ്ബിൻ്റെ തൃപ്തിയിൽ, അങ്ങനെ റബ്ബിൻ്റെ തൃപ്തിയിലായിക്കൊണ്ട് ചിലവഴിക്കാൻ. കാരണം ചിലപ്പോൾ സമ്പത്ത് ഇല്ലാതാവുന്ന അവസ്ഥയുണ്ടായേക്കാം, സമ്പത്ത് ഇല്ലാതിരിക്കുന്ന, ദാരിദ്ര്യം വരുന്ന അവസ്ഥ ഉണ്ടായേക്കാം. എല്ലാ കാലത്തും ഒരുപോലെ മനുഷ്യൻ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ സമ്പത്ത്, സമ്പന്നത ഉപയോഗപ്പെടുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. നാലാമതായി അവിടുന്ന് പറഞ്ഞു, വഫറാഗക ഖബ്ല ശുഗ്ലിക്, നീ തിരക്കിലായി പോകുന്നതിന് മുന്നേ, നീ വല്ല ജോലിയിലും ഏർപ്പെടുന്നതിന് മുന്നേ നിന്റെ ഒഴിവ് സമയം നീ ഉപയോഗപ്പെടുത്തുക. സഹോദരങ്ങളെ, ഈ കാര്യത്തിൽ നമ്മിൽ പലരും, ഞാനടക്കം, വഞ്ചിതരായി പോയിട്ടുള്ള ഒരു കാലമാണത്, ഒരു സമയമാണത്, ഒരു സന്ദർഭമാണത്. ഒഴിവ് സമയമെന്നത്, ഒരുപാട് ഒഴിവ് സമയങ്ങൾ നമുക്ക് കിട്ടും. ആ ഒഴിവ് സമയം ഉപയോഗപ്പെടുത്താൻ എങ്ങനെ ഉപയോഗപ്പെടുത്തണം? റബ്ബിൻ്റെ തൃപ്തിയിലായി, അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി, ഇബാദത്തിലായി, ദീനിനോ ദുനിയാവിനോ ഉപകാരപ്പെടുന്ന രൂപത്തിൽ അതിനെ ചിലവഴിക്കാൻ നമ്മൾ പരിശ്രമിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നത്. കാരണം വെറുതെ ഇരിക്കുമ്പോൾ, വെറുതെ ഇങ്ങനെ സമയം, പല ആളുകളും പറയാറുണ്ട്, സമയം പോകാൻ, സമയത്തെ കൊല്ലാൻ, സമയം തീർക്കാൻ. സഹോദരങ്ങളെ, തീർത്ത് കളയേണ്ടതാണോ സമയമെന്നത്? വെറുതെ തീർക്കേണ്ടതാണോ സമയമെന്നുള്ളത്? ആ സമയമെന്നത് അതിന് വിലയുണ്ട്, നമ്മുടെ ആയുസ്സാണത്. സമയമെന്നത്, വഖ്ത് എന്നത് നമ്മുടെ ആയുസ്സാണ്. കുറച്ച് സമയം കഴിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുസ്സിലെ അത്രയും സമയം കഴിഞ്ഞിരിക്കുന്നു. ഒരു സെക്കൻഡ്, ഒരു നിമിഷത്തിന് വേണ്ടി വിലപിക്കുന്ന സമയം വരാനുണ്ട്. അങ്ങനെ സമയം പാഴാക്കി കളഞ്ഞ ആളുകൾ മരണസമയത്ത് അവർ പറയും, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, അല്ലാഹുവേ, ഞാൻ വിട്ടേച്ചു പോയ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ എന്നെ ഒന്ന് മടക്കി അയക്കണേ. നോക്കൂ, ഒരു സെക്കൻഡിന്, ഒരു മിനിറ്റിന്, ഒരല്പസമയത്തിനു വേണ്ടി താണ് കേണപേക്ഷിക്കുന്ന, അട്ടഹസിക്കുന്ന സമയം വരാനുണ്ട്. എങ്ങനെ സഹോദരങ്ങളെ നമ്മുടെ സമയം വെറുതെ കളയാൻ നമുക്ക് സാധിക്കും? പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു കാലയളവാണിത്. കാരണം സോഷ്യൽ മീഡിയകളും അതുപോലെയുള്ള കാര്യങ്ങളുമായി നമ്മൾ ഓരോരുത്തരും പരീക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. എത്ര സമയങ്ങളാണ്! അള്ളാഹുവിൻ്റെ ഖുർആൻ ഇന്ന് എത്ര പാരായണം ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്കുത്തരമില്ല. എന്നാൽ നമ്മുടെ മൊബൈൽ, അതിൻ്റെ സ്ക്രീൻ ടൈം എത്രയാണെന്ന് നോക്കിയാൽ മണിക്കൂറുകൾ നമുക്ക് കാണാൻ സാധിക്കും.
സഹോദരങ്ങളെ, ആ ചിലവഴിച്ച സമയം അതിന് നമ്മൾ ഓരോരുത്തരും, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും മറുപടി പറയേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ഒഴിവ് സമയം അത് ഉപയോഗപ്പെടുത്തണം. കാരണം പിന്നീട് നീ തിരക്കിലായി പോകും, പിന്നീട് നീ ജോലിയിൽ ഏർപ്പെട്ടു പോകും. നിനക്ക് തിരക്കിൽ വല്ല ജോലിയിലും നീ ഏർപ്പെട്ടാൽ പിന്നെ ഒഴിവ് സമയത്തെക്കുറിച്ച് ആലോചിച്ച് വിലപിച്ചിട്ട് കാര്യമില്ല. കാരണം അത് കഴിഞ്ഞുപോയി. അത് സഹോദരങ്ങളെ എത്ര നമ്മൾ കാണുന്നു. കുറേ കാലം വെറുതെ നടക്കും, പിന്നീട് തിരക്കിലായി കഴിഞ്ഞാലാണ് പലതിനെക്കുറിച്ചും ചിന്തിച്ച് ആലോചിച്ച് മനസ്സിൽ പ്രയാസം തോന്നുക. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്, വഫറാഗക ഖബ്ല ശുഗ്ലിക്, നിന്റെ ഒഴിവ് സമയം നീ തിരക്കിലായി പോകുന്നതിന് മുന്നേ നീ ഉപയോഗപ്പെടുത്തുക. അഞ്ചാമതായി അവിടുന്ന് പറഞ്ഞു, വഹയാതക ഖബ്ല മൗതിക്, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് അഞ്ചാമത് പറഞ്ഞ കാര്യം. നീ മരിക്കുന്നതിന് മുന്നേ നിന്റെ ജീവിതം നീ ഉപയോഗപ്പെടുത്തുക. സഹോദരങ്ങളെ, വല്ലാത്തൊരു വാക്കാണത്. 4 കാര്യങ്ങൾ മേൽ പറഞ്ഞു, അത് നമ്മുടെ ജീവിതത്തിൽ ഉള്ള കാര്യമാണ്. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. മൊത്തത്തിൽ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അവിടുന്ന് അവസാനമായി അഞ്ചാമതായി ആ യുവാവിന് കൊടുക്കുന്ന ഉപദേശം നിങ്ങൾ നോക്കൂ. നിന്റെ മരണത്തിന് മുന്നേ നിന്റെ ജീവിതം നീ ഉപയോഗപ്പെടുത്തുക. മരിക്കുന്നതിന് മുന്നേ ഉപയോഗപ്പെടുത്തണം. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന് മുന്നേ സമയമുണ്ട്. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സമയമില്ല. അതുവരെ അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും സമയം നീട്ടി തന്നിട്ടുണ്ട്, ഇസ്തിഗ്ഫാർ ചെയ്യാൻ, നന്നാവാൻ, ജീവിതം നന്നാക്കാൻ. അതുകൊണ്ട് തന്നെ ജീവിതം ഉപകാരപ്പെടുത്തുക, മരിക്കുന്നതിന് മുന്നേ ജീവിതം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞത് നമ്മുടെ ജീവിതവുമായി നല്ല ബന്ധമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഐഹിക ലോകത്തെ ജീവിതത്തിൽ വഞ്ചിതരായിക്കൊണ്ട് നമ്മുടെ സമയവും ആരോഗ്യവും ആയുസ്സും നഷ്ടപ്പെടുത്താതിരിക്കാൻ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് നമുക്ക് കാണാം. ലാ തസൂലു ഖദമു ബിനി ആദമ യൗമൽ ഖിയാമത്തി മിൻ ഇൻദി റബ്ബിഹി ഹത്താ യുസ്അല അൻ ഖംസിൻ. ആദമിൻ്റെ പുത്രൻ മനുഷ്യൻ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വെച്ച് 5 കാര്യങ്ങൾക്ക് ഉത്തരം പറയുന്നത് വരേക്കും അവൻ്റെ കാല് ഒന്നനക്കാൻ അവന് സാധിക്കുകയില്ല. 5 കാര്യങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. ആ 5 ചോദ്യങ്ങളാണത്. 5 കാര്യങ്ങൾ എന്നാൽ അത് 5 ചോദ്യങ്ങളാണ്. ആ 5 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാലല്ലാതെ കാലൊന്നനക്കാൻ സാധിക്കുകയില്ല. അവിടുന്ന് പറഞ്ഞു, അൻ ഉമുരിഹി ഫീമ അഫ്ന, ആയുസിനെ കുറിച്ച് ചോദിക്കും. ഫീമ അഫ്ന, എന്തിലാണത് തീർത്ത് കളഞ്ഞത്. സഹോദരങ്ങളെ, ആയുസ് എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ ഈ ജീവിതം. തുടക്കത്തിൽ നമ്മൾ കേട്ടതുപോലെ ആദ്യം നല്ല പച്ചപ്പുള്ള, ആശ്ചര്യം തോന്നുന്ന, അത്ഭുതം തോന്നുന്ന, നല്ല ആരോഗ്യമുള്ള, ഒരുപാട് സമയവും സന്ദർഭവും ഒക്കെ ഉള്ള ആ ആയുസ് എന്തിലാണ് തീർത്തത്? ഇതിനുത്തരം പറയണം. ഇതിന് മറുപടി പറയാതെ കാലൊന്ന് ചലിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നാണ്. ഏതാണ് ആ നൃത്തം, ഏതാണ് ആ ചോദിക്കപ്പെടുന്ന അവസരം എന്ന് പലതവണ നമ്മൾ കേട്ട് കാണും. അർദുൽ മഹ്ശർ, സൂര്യൻ വളരെ അടുത്തേക്ക് വരുന്ന, ഓരോരുത്തരും തങ്ങളുടെ കർമ്മങ്ങൾക്കനുസരിച്ച് വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന, ചെരുപ്പില്ലാത്ത, ചേലാകർമ്മം ചെയ്യപ്പെടാത്ത, വസ്ത്രമില്ലാത്ത ആ അർദുൽ മഹ്ശറിൽ അള്ളാഹു വിചാരണ ചെയ്യുമ്പോൾ, ആയുസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ, സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും എന്തു പറയാനുണ്ടാകും എന്ന് നമ്മൾ ചിന്തിക്കുക. ഈ ദുനിയാവിലെ ജീവിതം അള്ളാഹു നൽകിയിട്ട് അതിൽ എന്താണ് നമ്മൾ ചെയ്തു കൂട്ടിയത്, എന്തിലാണ് തീർത്ത് കളഞ്ഞത് എന്നതിന് മറുപടി പറയണം. എന്തിൽ തീർത്തു എന്ന് മറുപടി പറയണം.
വഅൻ ശബാബിഹി ഫീമ അബ്ലാഹ്, രണ്ടാമത്തേത് യൗവനത്തെക്കുറിച്ച് ചോദിക്കും. നോക്കൂ നിങ്ങൾ, യുവത്വത്തെ പറ്റി പ്രത്യേകം ചോദ്യമുണ്ട്. യൗവനം, നല്ല ആരോഗ്യമുള്ള കാലഘട്ടം, നല്ല ആരോഗ്യമുള്ള ആ പ്രായത്തെക്കുറിച്ച് ചോദ്യമുണ്ട്. ഫീമ അബ്ലാഹ്, എന്തിലാണത് തുലച്ചു കളഞ്ഞത്, എങ്ങനെയാണ് യൗവനം തീർത്തു കളഞ്ഞത് എന്ന് ചോദിക്കും. സഹോദരങ്ങളെ, യുവത്വത്തിലുള്ള നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണിത്. നമ്മുടെ യൗവനം എന്നത് എന്തിലാണ് നമ്മൾ തുലച്ചു കളഞ്ഞത്, എന്തിനു വേണ്ടി നമ്മൾ തീർത്തു കളഞ്ഞു? ഇതിന് മറുപടി പറയണം. മൂന്നാമതായി അവിടുന്ന് പറഞ്ഞു, വമാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു. മൂന്നാമത്തേത് സമ്പത്തിനെ കുറിച്ചാണ്. സമ്പത്തിനെ കുറിച്ച് രണ്ട് ചോദ്യമുണ്ട്. മിൻ ഐന ഇക്തസബഹു, എവിടുന്ന് കിട്ടി, എവിടുന്ന് നീ അത് സമ്പാദിച്ചു, ഏത് രൂപത്തിൽ സമ്പാദിച്ചു, ചോദ്യമുണ്ട്, പറഞ്ഞു കൊടുക്കണം. ജോലിയും കൂലിയും വേലയും ഹലാലാണോ, ബിസിനസ്സും ഹലാലാണോ, ഹറാമിൻ്റെ ലാഞ്ചന പോലും കലരാത്തതാണോ, സന്തോഷിക്കാം. അതല്ലേ വന്ന ഏത് മാർഗമുണ്ടോ, മറുപടി പറയണം. വഫീമ അൻഫഖഹു, നീ കുറേ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക, അൽഹംദുലില്ലാ, ചിലവഴിക്കുക എന്നത് തോന്നിയതുപോലെ പാടില്ല. വഫീമ അൻഫഖഹു, എങ്ങോട്ട് ചിലവഴിച്ചു, എവിടെ കൊടുത്തു, ഏത് രൂപത്തിൽ ചിലവഴിച്ചു, എന്തിന് വിനിയോഗിച്ചു, മറുപടി പറയണം. എൻ്റെതല്ലേ, ഞാനല്ലേ, ഇല്ല, അങ്ങനെ ഒരു വർത്തമാനം അവിടെയില്ല. കാലം നനക്കണോ, ചിലവഴിച്ച മാർഗവും പറഞ്ഞു കൊടുക്കണം. ചിലവഴിക്കുന്നതും ഹലാലായ രൂപത്തിലായിരിക്കണം, അള്ളാഹുവിന് തൃപ്തിയുള്ള മാർഗത്തിലായിരിക്കണം. റബ്ബിൻ്റെ തൃപ്തിയിലല്ലാതെ, അള്ളാഹു അനുവദിച്ച മേഖലകളിലല്ലാതെ, ഹലാലായ മാർഗങ്ങളിലല്ലാതെ ചിലവഴിക്കുകയാണെങ്കിൽ പേടിക്കണം. അഞ്ചാമതായി വമാദാ അമില ഫീമാ അലിമ, നീ അറിഞ്ഞതിനെ കുറിച്ച് നീ എന്തു പ്രവർത്തിച്ചു, നീ പഠിച്ചതിനെ കുറിച്ച് നീ എന്തു പ്രവർത്തിച്ചു. ഒരുപാട് കേട്ടല്ലോ, ഒരുപാട് പഠിച്ചല്ലോ, അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് കേട്ടല്ലോ, ഒരുപാട് ഖുർആൻ ക്ലാസ്സുകളും അതുപോലെയുള്ള വഅദുകളും അതുപോലെയുള്ള കാര്യങ്ങളും കേട്ടല്ലോ, നീ എന്ത് പ്രവർത്തിച്ചു? കേട്ട് പോവുക എന്നത് മാത്രമല്ല, അതല്ലെങ്കിൽ പഠിക്കുക എന്നത് മാത്രമല്ല, മറിച്ച് അത് പ്രാവർത്തികമാക്കിയോ എന്നതിനെക്കുറിച്ച് ചോദ്യമുണ്ട്. ഉത്തരം പറയണം. അറിഞ്ഞു, ശരി, ആ അറിഞ്ഞത് പ്രാവർത്തികമാക്കിയോ? അള്ളാഹുവിൻ്റെ കിതാബിലെ ഒരു ആയത്ത് പഠിച്ചാൽ ആ ആയത്ത് പ്രാവർത്തികമാക്കിയോ? ആ ആയത്തിൽ നിന്ന് നീ എന്തു പഠിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു? മറുപടി പറയണം, ഉത്തരം പറയണം. സഹോദരങ്ങളെ, എത്ര കാര്യങ്ങൾ ഏറ്റവും കുറഞ്ഞത് മദ്രസകളിൽ പഠിച്ചല്ലോ, അത് മുഴുവനും നമുക്ക് അമലാക്കാൻ സാധിച്ചോ? നമ്മൾ പഠിച്ചത് മുഴുവനും അമലാക്കാൻ, നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ സാധിച്ചോ? നമ്മൾ മറുപടി പറയണമെന്നാണ്. ഈ അഞ്ച് കാര്യങ്ങൾക്കും ഉത്തരം പറയാതെ, മറുപടി പറയാതെ കാലം നനക്കാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് നിങ്ങൾ നോക്കൂ, ലാ തസൂലു ഖദമു ബിനി ആദം എന്നാണ്. മനുഷ്യപുത്രൻ, ആദമിൻ്റെ പുത്രൻ, മനുഷ്യൻ്റെ കാലൊന്ന് അനക്കാൻ സാധിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിനെ കുറിച്ച്, ഇഹലോകത്തെക്കുറിച്ച് പറഞ്ഞ കാര്യം നമ്മുടെ ഹൃദയത്തിൽ കുത്തിവെക്കേണ്ടതാണ്. ആ ദുനിയാവ് നമ്മെ പിഴപ്പിക്കാതെ, നമ്മുടെ ജീവിതം നശിപ്പിക്കാത്ത രൂപത്തിൽ, അതിൽ കണ്ണഞ്ചി പോവാതെ, അതിൻ്റെ പളവളപ്പുകളിൽ മറന്നു പോവാതെ അള്ളാഹുവിന് തൃപ്തിയുള്ള ജീവിതം നയിക്കാനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. ഈ സൂറത്തുൽ ഹദീദിലെ ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത്, അതിനുശേഷം അള്ളാഹു ദുനിയാവിനെക്കുറിച്ചും ആഖിറത്തിനെക്കുറിച്ചും പറഞ്ഞ ശേഷം അള്ളാഹു പറഞ്ഞ ഒരു ആയത്ത് കൂടി കാണാം. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. ദുനിയാവിനെക്കുറിച്ചും ആഖിറത്തിനെക്കുറിച്ചും വ്യക്തമായി പറഞ്ഞു തന്നതിന് ശേഷം അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. നിങ്ങൾ നിങ്ങളുടെ റബ്ബിൻ്റെ പാപമോചനത്തിലേക്ക് വേഗത്തിൽ കുതിക്കുക. വജന്നത്തിൻ, സ്വർഗത്തിലേക്കും. നോക്കൂ, അല്ലാഹു റബ്ബുൽ ആലമീൻ ദുനിയാവിനെ കുറിച്ച് വ്യക്തമായി ധാരണ തന്നു. ഇനി അറിയില്ല എന്ന് പറയാൻ സാധിക്കുകയില്ല.
പരലോകത്തെക്കുറിച്ചും അള്ളാഹു വ്യക്തമായി ധാരണ തന്നു. ആ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും അവസ്ഥകൾ അള്ളാഹു അറിയിച്ചു തന്നു. എന്നിട്ട് അള്ളാഹു അതിലെ 2 വിഭാഗക്കാരെ തരംതിരിച്ചു. ഒന്നല്ലെങ്കിൽ കടുത്ത ശിക്ഷ, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തി, പാപമോചനം. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല റഹ്മാനായ നമ്മുടെ റബ്ബ് അള്ളാഹു ക്ഷണിക്കുന്നു നമ്മെ ഓരോരുത്തരെയും, സാബിഖു, നിങ്ങൾ മുന്നേറുക, നിങ്ങൾ വേഗത്തിൽ കുതിക്കുക. എന്തിലേക്കാണ്? ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, തൊട്ടു മുന്നേ അള്ളാഹു പറഞ്ഞ റബ്ബിൻ്റെ പാപമോചനത്തിലേക്ക്. മിർ റബ്ബിക്കും എന്നാണ് അള്ളാഹു പറഞ്ഞത്, നിങ്ങളുടെ റബ്ബിലേക്ക്. റബ്ബിനെ അള്ളാഹു നമ്മിലേക്ക് ചേർത്തുകയാണ്. നമ്മുടെ റബ്ബ് എന്നാണ് അള്ളാഹുവിൻ്റെ, നമ്മുടെ റബ്ബിൻ്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ വേഗത്തിൽ കുതിക്കുക എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. ആ പാപമോചനത്തിൻ്റെ അനന്തരഫലമായ വജന്നത്തിൻ, സ്വർഗത്തിലേക്കും. എന്നിട്ട് അള്ളാഹു ആ സ്വർഗത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. എന്താണ് ആ സ്വർഗം? അർളുഹാ കഅർളിസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളുടെ വിശാല വിസ്തൃതിയുണ്ട് ആ സ്വർഗത്തിന്. ആകാശഭൂമികളുടെ വിശാല വിസ്തൃതി എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, എന്താണ് ആ സ്വർഗം? അള്ളാഹു അനേകം ആയത്തുകളിലൂടെ വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ഉഇദ്ദത് ലില്ലദീന ആമനു ബില്ലാഹി വറുസുലിഹി, അള്ളാഹുവിൽ വിശ്വാസമുള്ള, അവനയച്ച റസൂലുമാരിൽ വിശ്വാസമുള്ള ആളുകൾക്ക് വേണ്ടി, ഈമാനുള്ളവർക്ക് വേണ്ടിയാണത് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. ദാലിക ഫദ്ലുല്ലാഹ്, അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാകുന്നു. യുഅ്തീഹി മൻ യശാ, അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകുന്നതാണ്. വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം, അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം അതിമഹത്തായ ഔദാര്യം ചെയ്യുന്നവനാകുന്നു. സഹോദരങ്ങളെ, അനേകം ഓർമ്മപ്പെടുത്തലുകൾ നൽകുന്ന 2 ആയത്തുകളാണ് നമ്മൾ ഓരോരുത്തരും കേട്ടത്. സൂറത്തുൽ ഹദീദിലെ 20-21 ആയത്തുകളാണിത്. അനേകം ആയത്തുകൾ ഇനിയും അള്ളാഹുവിൻ്റെ കിതാബിൽ നമുക്ക് കാണാം. അതുകൊണ്ട് പറയുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും അള്ളാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞ ഈ ഉപദേശം, റബ്ബിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും നമ്മുടെ നെഞ്ചിലേറ്റാനും പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും പരിശ്രമിക്കേണ്ടതാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാവട്ടെ. അല്ലാഹുമ്മഗ്ഫിർ ലനാ വർഹംനാ. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.